ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യാത്ര ഒരു ഗ്രൂപ്പായിട്ടുള്ള യാത്രയാണ്. പുത്തനത്താണിയിലുള്ള മിസ്ക് അഡ്വഞ്ചർ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഇന്ന് പറമ്പിക്കുളത്തേക്കാണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളൊരു 6:30 ആയപ്പോഴേക്ക് മെമ്പേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് പോകാനുള്ള വണ്ടി. ട്രാവലറിലാണ് പോകുന്നത്. ഒരു 20 മെമ്പേഴ്സാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്നത്. പറമ്പിക്കുളത്തേക്ക് ഇവിടെ പുത്തനത്താണിയിൽ നിന്ന് ഏകദേശം ഒരു 155 കിലോമീറ്റർ ആണുള്ളത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങാനുള്ള പരിപാടിയിലാണ്. എല്ലാവരും വണ്ടിയിൽ കയറിയിട്ട് ബാഗേജൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഈ യാത്രയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇന്ന് പറമ്പിക്കുളത്തേക്ക് പോയിട്ട് പറമ്പിക്കുളം ടൈഗർ റിസർവിനകത്ത് ഒരു ഫോറസ്റ്റ് സഫാരി, അതുപോലെ തന്നെ അവിടെ ബോട്ടിംഗ് ഏരിയ ഉണ്ട്. അവിടെ ഒരു ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രി ഇന്ന് പറമ്പിക്കുളത്ത് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഒരു ട്രക്കിംഗ് ഉണ്ട്. ആ ഒരു ട്രക്കിംഗ് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. കാട്ടിനകത്തേക്ക് പ്രവേശിച്ചാൽ മെമ്പേഴ്സ് പാലിക്കേണ്ട മര്യാദകളും കാടിനകത്ത് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പൊള്ളാച്ചി പാലക്കാട് റോഡിൽ ഞങ്ങൾ ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ട് വണ്ടി നിർത്തിയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ വരുമ്പോൾ തന്നെ ഉച്ച കഴിക്കാനുള്ള ഫുഡെല്ലാം ഞങ്ങൾ പാഴ്സലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം സെറ്റ് ചെയ്യുന്ന ഇതിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനുള്ളൊരു ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ ഒരു വലിയൊരു പ്ലാസ്റ്റിക് ബാഗ് നിങ്ങൾ കരുതാൻ ശ്രമിക്കുക. നമ്മൾ കഴിച്ച് കഴിയുന്ന ഫുഡിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ പ്ലേറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഇതേപോലുള്ളൊരു കവർ നമ്മൾ കെട്ടിയിട്ട് അത് നമ്മൾ വണ്ടിയിൽ വെച്ചിട്ട് പ്രോപ്പറായിട്ട് അത് ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അത് ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ യാത്ര അപ്പാച്ചിയുടെ ഉൾഗ്രാമങ്ങളിലൂടെ, ഇവിടെ റോഡൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ വളരെ പഴയ പുരാതനമായിട്ടുള്ള വീടുകളൊക്കെ അതേപോലെ തന്നെ ഇപ്പോഴും നിലനിർത്തി താമസിക്കുന്ന ആളുകളാണ്. പിന്നെ കേരളത്തിനോട് സമാനമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ്. കേരളത്തിലെ പോലെ തന്നെ നിരവധി തെങ്ങിൻ തോട്ടങ്ങളും ഇതൊക്കെ നമുക്ക് പൊള്ളാച്ചിയിൽ കാണാം. അങ്ങനെ ഞങ്ങളുടെ യാത്ര സേത്തുമട എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ സേത്തുമടയിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് ഈ പറമ്പിക്കുളം ഭാഗത്തേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു സേത്തുമട ടൗണിൽ എത്തി നമ്മൾ ചായയും സ്നാക്സും കഴിക്കണം. ഇനിയിപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടകൾ കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല. പറമ്പിക്കുളം എത്തുന്നത് വരെ ടോപ്പ് സ്ലിപ്പിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ പറമ്പിക്കുളത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ കാണുന്നതാണ് സേത്തുമട ടൗണ്. അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 1-2 റെസ്റ്റോറൻറ്റുകളും ടീ ഷോപ്പുകളൊക്കെ ആയിട്ട്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഫസ്റ്റ് പോവേണ്ടത് സേത്തുമട ചെക്ക് പോസ്റ്റ് എൻ്റർ ചെയ്യണം. അവിടെ നിന്ന് നേരെ ടോപ്പ് സ്ലിപ്പിൽ നിന്ന് പറമ്പിക്കുളം, ഇങ്ങനെയാണ് നമ്മുടെ റൂട്ട് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ വെച്ച് ഒരുപാട് മലയാളം, തമിഴ് സിനിമകളൊക്കെ ഷൂട്ടിങ് നടന്ന ഒരുപാട് ഏരിയകൾ നമ്മൾ ഈ പോകുന്ന വഴികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നവർ, അതായത് പറമ്പിക്കുളത്തേക്കൊക്കെ വരുന്നവർ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ബൈക്കായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സേത്തുമട ചെക്ക് പോസ്റ്റ് വരെ മാത്രമേ വരാൻ പറ്റുള്ളൂ. ഈ ഒരു ഭാഗത്ത് നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് പിന്നെ വേറെ ഒന്നുകിൽ ബസ് അല്ലെങ്കിൽ 4 വീലർ ആയിട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ ചെക്ക് പോസ്റ്റിൽ നമുക്ക് രാവിലെ 7 മുതൽ വൈകുന്നേരം 4:30 വരെ മാത്രമാണ് എൻട്രി ടൈം. അതുപോലെ തന്നെ ഒരാൾക്ക് 30 രൂപ അത് ഒരു വണ്ടിക്കകത്ത് എത്ര പേരുണ്ടോ ഒരാൾക്ക് 30 രൂപ വെച്ചിട്ട്. പിന്നെ അതുപോലെ വെഹിക്കിളിൻ്റെ ഫീ വരുന്നത് നിങ്ങൾക്ക് 50 രൂപ മുതൽ 300 രൂപ വരെയാണ്. അത് നിങ്ങൾ ഏത് വണ്ടിയാണോ പോകുന്നത് അതിനെ അനുസരിച്ച് അതിനൊരു ചാർജ് വരുന്നത്. നമ്മുടെ യാത്ര ചുരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കാട് നല്ല ഡ്രൈ ആണ്, നല്ല ചൂട് ആയതുകൊണ്ട് തന്നെ മൃഗങ്ങളൊക്കെ വളരെ കാണാനുള്ള സാധ്യത കുറവാണ്. ഒരു കാട്ടുപോത്തിനെ ആണ് നമ്മൾ ഇത്രയും നേരമായിട്ട് നമുക്ക് കാണാൻ പറ്റിയത്. അതും ഒറ്റ കാട്ടുപോത്ത്, അത് റോഡിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ പുല്ല് തിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ടോപ്പ് സ്ലിപ്പ് എത്താറായിട്ടുണ്ട്. ഈ ടോപ്പ് സ്ലിപ്പിൽ നമുക്ക് ഇവിടെ തമിഴ്നാടിൻ്റെ ഈ ജംഗിൾ സഫാരി, അതുപോലെ തന്നെ ഇവിടെ ആനകൾക്ക് ഫീഡ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുമായി അവിടെ പോകാനും കാണാനും താല്പര്യമുള്ളവർക്ക് ഈ ടോപ്പ് സ്ലിപ്പും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് പറമ്പിക്കുളത്തേക്ക് പോകാം. അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഇവരുടെ ഈ അനമല ടൈഗർ റിസർവിൻ്റെ സൈറ്റിൽ ഉണ്ട്. എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെന്തായാലും ഇവിടെ കയറുന്നില്ല, നമ്മൾ നേരെ പറമ്പിക്കുളത്തേക്കാണ് പോകുന്നത്.
പിന്നെ ഈ ടോപ്പ് സ്ലിപ്പിൽ നിങ്ങൾക്ക് സ്റ്റേ ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇത് തമിഴ്നാടിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ ഈ പറമ്പിക്കുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പറമ്പിക്കുളം കേരളത്തിൻ്റെ സ്ഥലമാണെന്നുണ്ടെങ്കിലും ഈ പറമ്പിക്കുളത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ തമിഴ്നാടിൻ്റെ ഈ ഒരു റൂട്ടിലൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് കേരളത്തിൻ്റെ സ്ഥലം ആണ്, പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ തമിഴ്നാടിനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഈ ടോപ്പ് സ്ലിപ്പിലുള്ള തമിഴ്നാട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഫോറസ്റ്റ് സ്റ്റേകളാണ്. ഇവിടെ കുറേ ബിൽഡിങ്ങുകൾ പൊളിഞ്ഞു കിടക്കുന്നതും ഒരു മെയിൻ്റനൻസും ഒന്നും ഇല്ലാതെ കിടക്കുന്ന കുറേ ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അവരുടെ സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ പറമ്പിക്കുളത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കുറച്ചുകൂടി മുമ്പിലേക്ക്. പിന്നെ ഈ പോകുന്ന വഴികളിലൊക്കെ ഈ ട്രൈബൽ സെറ്റിൽമെൻറ്റ്, ആദിവാസികളുടെ ഒക്കെ സെറ്റിൽമെൻറ്റുകൾ കാണുന്നുണ്ട്. ഇതൊക്കെ തമിഴ്നാടിൻ്റെ സ്ഥലത്തിലൂടെയാണ് ഇപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി മുന്നിലേക്ക് പോയാലാണ് നമുക്ക് കേരളത്തിൻ്റെ സ്ഥലത്തേക്ക് ഉള്ള എൻട്രി ആവുള്ളൂ. അങ്ങനെ നമ്മൾ പറമ്പിക്കുളം ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഗേറ്റ് കടക്കുന്നതോടുകൂടി പിന്നെ നമ്മൾ കേരളത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ ഒന്ന് സൈഡാക്കിയിട്ട് ഇവിടുത്തെ കുറച്ചൊരു കാഴ്ചകളും പിന്നെ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ള കുറച്ചൊരു ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ വണ്ടി നിർത്തുകയാണ്. ഇവിടെയും വെഹിക്കിൾ എൻട്രി ഫീ അതുപോലെ തന്നെ പെർ ഹെഡ് 25 റുപ്പീസും നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയയാണത്. ഇപ്പോൾ ഈ കാട് ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ശരിക്കുള്ള അതിൻ്റെ ആ ഒരു കാടിൻ്റെ ആ ഒരു വശ്യത നമുക്ക് കിട്ടില്ല. ഇവിടെ ഒരു ടാങ്ക് പോലെ ഇതിന് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഇതെല്ലാം കെട്ടിയിട്ട് വാട്ടറൊക്കെ റിസർവ് ചെയ്തിട്ടുണ്ട്. മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാനുള്ള സംവിധാനങ്ങളായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ റീഫ്രഷ് ആവാനുള്ള ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ലേഡീസിന് സെപ്പറേറ്റ്, ജെൻസിന് സെപ്പറേറ്റ് ആയിട്ട് പിന്നെ വാഷ്റൂമുകളൊക്കെ ഇവിടെ ഉണ്ട്. ഏതായാലും നമ്മളുടെ ഫീസും കാര്യങ്ങളും അപ്പോൾ ഫോർമാലിറ്റീസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളിവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചറിയാണ്, ഇവിടുത്തെ കാടിനെ പറ്റിയിട്ടും ഇവിടെ മൃഗങ്ങളും ഇവരുടെ ഡ്യൂട്ടി കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ. അങ്ങനെ നമ്മുടെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു, നമ്മൾ യാത്ര തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് കേരളത്തിൻ്റെ സ്ഥലത്തു കൂടെയാണ്. ഇവിടെയൊക്കെ ഫോറസ്റ്റ് നല്ല ഡ്രൈയും ആണ്, പക്ഷേ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഇതുപോലത്തെ ഒരു വാട്ടർ റിസർവ് മാതിരി കാണുന്നുണ്ട്. അതുകൊണ്ട് മൃഗങ്ങൾക്കൊക്കെ വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ ആനപ്പാടി ചെക്ക് പോസ്റ്റ് മുതൽ ഈ പറമ്പിക്കുളത്തേക്ക് വരുന്നത് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ദൂരമാണ്. അപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലമൊക്കെ ആനപ്പാടി ഫോറസ്റ്റിൽ വരുന്ന സ്ഥലമാണ്. നമ്മളുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളുടെ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഫാരി ഇതെല്ലാം വരുന്നത്. ഇതെല്ലാം കേരളത്തിനടുള്ള. അപ്പോൾ ഈ കൈ കൊണ്ട് കാണിച്ച ആളാണ് ഇവിടുത്തെ DFO. അപ്പോൾ അവരുടെ കെയർ ഓഫിലാണ് നമ്മൾ, അവരുടെ റിലേഷൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത് അദ്ദേഹമാണ്. പിന്നെ ഇനി ഇവിടുന്ന് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ബോട്ടിംഗ് ഏരിയയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു സറൗണ്ടിങ്ങിലുള്ള കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം നിങ്ങൾ കയ്യിൽ പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങരുത്. അതുപോലെ തന്നെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഗ്ലാസ് എല്ലാം ലോക്ക് ചെയ്തിട്ട് ഇറങ്ങുക, കാരണം കുരങ്ങന്മാരുടെ ശല്യം അത്രക്കാണ് ഇവിടെ. പിന്നെ ഇവിടുന്ന് ഇനി നമ്മുടെ ഫ്രണ്ടിലൊരു ചെക്ക് പോസ്റ്റ് കാണുന്നുണ്ട്. ആ ചെക്ക് പോസ്റ്റിനപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് വെഹിക്കിളായിട്ട് വരികയാണെന്നുണ്ടെങ്കിലും അതിൽ ഇവിടുന്ന് ഒരു ഗൈഡിനെ കമ്പൽസറി ആയിട്ട് നമ്മളുടെ വണ്ടിയിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഭാഗങ്ങളിലേക്കൊക്കെ പോകാനുള്ള പെർമിഷൻ കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഫീസ് കാര്യങ്ങൾ ഇതെല്ലാം ഇവരുടെ സൈറ്റിലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ യാത്രയുടെ ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.